അവൾ വന്ന് ശക്തിയെ കെട്ടിപ്പിടിച്ചതും അവൻ ഞെട്ടി അവളെ നോക്കി. ശക്തി, നീയോ? നീ എന്താ ഇവിടെ? ഞാൻ ഇന്നലെ വന്നു ബാംഗ്ലൂരിൽ നിന്ന്. പിന്നെ നിന്നെ കാണാൻ വീട്ടിലേക്ക് വരികയായിരുന്നു. അപ്പോഴാണ് നിൻ്റെ കാർ ഇങ്ങോട്ട് വരുന്നത് കണ്ടത്. അതുകൊണ്ട് ഫോളോ ചെയ്തു പോന്നു. അങ്കിളിനും ആൻറ്റിക്കും സുഖമല്ലേ? സുഖം. നീ എൻ്റെ കൈവിട്. പറ്റില്ല, നീ എൻ്റെ മുറച്ചെറുക്കനല്ലേ. നിത പ്ലീസ്. ഓക്കെ, നീ ദേഷ്യപ്പെടേണ്ട, നമുക്കൊന്ന് നടന്നാലോ? ഞാൻ വീട്ടിലേക്ക് പോവുക. ഞാനുണ്ട്, നിൻ്റെ കാറിനെ ഫോളോ ചെയ്ത് വരാം. ശക്തി ദേഷ്യത്തിൽ നടന്നു പോയതും നിത വേഗം അവൻ്റെ കാറിൻ്റെ ബാക്കിൽ അവനെ ഫോളോ ചെയ്തു പോയി. ഡാ ഉണ്ണി, എന്താച്ചാ? ശക്തിയുടെ ബർത്ത്ഡേ അടിച്ച് പൊളിക്കണം, അതുകൊണ്ട് കാര്യങ്ങളൊക്കെ നിന്നെ ഏൽപ്പിക്കുകയാണ്. അത് ഞാൻ ഏറ്റു അച്ഛാ. പിന്നെ ആരുവിനെയും വിധുവിനെയും ചെപ്പുമോളെയും കൂടെ വിളിക്കണം. അത് അച്ഛൻ പറഞ്ഞില്ലെങ്കിലും ഞാൻ വിളിക്കും. ഓ, ഞാനൊന്നും പറഞ്ഞില്ലേ അച്ഛാ. ഞാൻ ആരുവിൻ്റെ അടുത്തേക്ക് പോവുക, കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. ശരി ശരി. ആൻറ്റി, ആരും എവിടെ? റൂമിലുണ്ട്, ആ ഫോണും കുത്തിയിരിക്കുന്നുണ്ടാകും. ആൻറ്റി, ചിപ്സ് ഉണ്ടോ? ദാ ആ കവറിലുണ്ടാവും, ഇപ്പം മേടിച്ചു കൊണ്ടുവന്നിട്ടേ ഉള്ളൂ. അത് കലക്കി. എന്നാൽ ഞാൻ പകുതി തിന്ന് അവൾ തിന്നാൽ മതി. പിന്നെ സമയം കളയാതെ ടി വിയും കണ്ട് താഴെ ഇരുന്ന് ഉണ്ണി കവറ് കാലിയാക്കി. ഡാ ഉണ്ണി, നീ എപ്പോൾ വന്നു? ഒരു അരമണിക്കൂറായി. പിന്നെന്താ നീ റൂമിൽ വരാതിരുന്നേ? അതെ, അങ്കിൾ മേടിച്ചു വന്ന ചിപ്സ് കാലിയാക്കുമായിരുന്നു. ദുഷ്ട, അപ്പം മുഴുവൻ തിന്നോ? ദാ പൊടിയുണ്ട്. അതുമാത്രം എന്തിനാ ബാക്കി വെച്ചത്? അതുകൂടെ തിന്നായിരുന്നില്ലേ? അത് ശരിയാ. അതും പറഞ്ഞ് അതുകൂടെ ഉണ്ണി വാരി തിന്നതും ആരും അവനെ കലിപ്പിൽ നോക്കി. പിന്നെ ജഗ് കയ്യിലെടുത്ത് ഉണ്ണിക്ക് നേരെ ഓടി. അവന് കാര്യം മനസ്സിലായതും ജീവനം കൊണ്ട് പുറത്തേക്ക് ഓടി. ആരു വെള്ളം അവൻ്റെ മേത്തേക്കൊഴിച്ചതും അവൻ താഴ്ന്നിരുന്നു. ഈ സമയം ആരുവിൻ്റെ വീട്ടിലേക്ക് കയറി വന്ന് ശക്തി വെള്ളത്തിൽ കുളിച്ചു നിന്നു. അയ്യോ ചൂടൻ. ഡീ, അത് ഞാൻ കാണാതെ. അയ്യോ മോനെ, എന്തു പറ്റി? ആരു, നീ എസ്കേപ്പ് ആയിക്കോ, അല്ലെങ്കിൽ ആൻറ്റി നിന്നെ കൊല്ലൂ. ഉണ്ണി പറഞ്ഞു നിർത്തിയതും ആരു റൂമിലേക്ക് ഓടി. ഈ സമയം കൊണ്ടുണ്ടായതെല്ലാം ശക്തി ആരുവിൻ്റെ അമ്മയോട് പറഞ്ഞു. മോനെ, അവൾക്ക് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുന്നു. അത് കുഴപ്പമില്ല ആൻറ്റി, ഞാൻ ഉണ്ണിയെ വിളിക്കാൻ വന്നതാ. പോട്ടെ. എന്തിനായിട്ടാ? ഞാൻ കുറച്ച് കഴിഞ്ഞ് വന്നാൽ പോരെ? വീട്ടിൽ ഗസ്റ്റ് ഉണ്ട്, അമ്മ നിന്നെ വിളിക്കാൻ പറഞ്ഞ് ഞാൻ വന്നതാ. എന്നാ ആൻറ്റി, ഞാൻ പോവുക. ഏട്ടാ, ആരും അറിയാതെ ചെയ്തതാ. അത് ഞാൻ വിശ്വസിക്കണോ? ഞാനൊന്നും പറഞ്ഞില്ല. മോനെ ഉണ്ണി, നിത അവനെ വിളിച്ചോടി വന്ന്. അവൻ മാറി നിന്നതും അതുകൊണ്ട് തന്നെ അവൾ ബാലൻസ് കിട്ടാതെ നിലത്ത് വീണു. അയ്യോ നിത മോളെ, എന്തെങ്കിലും പറ്റിയോ? ഇല്ല ആൻറ്റി. ചേച്ചി എന്തിനാ ഈ ഹീൽ ചെരുപ്പിട്ട് ഓടാൻ നിന്നത്? അതുകൊണ്ടല്ലേ വീണത്. ഉണ്ണി, നിനക്ക് സുഖമാണോ? സുഖത്തിന് കുറവില്ല. മോളെ, ഇന്നിവിടെ നിൽക്കാം, നാളെ പോകാം. ഇന്ന് പോണോ ആൻറ്റി? നാളെ ഞാൻ വരാം. പിന്നെ കുറച്ച് ദിവസം നിൽക്കുകയും ചെയ്യും. എന്നങ്ങനെ ആവട്ടെ. എന്നാൽ മോളിരിക്ക്, ഞാൻ ഭക്ഷണം എടുക്കാം. വേണ്ട ആൻറ്റി, ഫ്രണ്ട്സ് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. പിന്നെ ശക്തിയെ കാണാനാ ഓടി വന്നത്. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. ശക്തി, ബൈ. നിത പോയതും ശക്തി റൂമിലേക്ക് നടന്നു. ഈ സമയം ആരുവിൻ്റെ കോൾ അവൻ്റെ ഫോണിലേക്ക് വന്നു. ഹലോ ചൂടാ, എന്നെ കണ്ടുപിടിക്കാൻ പറ്റിയോ? വെച്ചിട്ട് പോടി. നല്ല ചൂടിലാണല്ലേ? അല്ല, ആരെ വീട്ടിൽ വന്ന പെൺകുട്ടി? എൻ്റെ കഞ്ഞിയിലെ പാറ്റയാണോ? നീ ഇപ്പോൾ എവിടെയാ? നിത വന്നത് നീ എങ്ങനെ അറിഞ്ഞു? ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെ എനിക്ക് ജീവനാ. അതുകൊണ്ടെല്ലാം ഞാൻ അപ്പം പറയും. പിന്നെ അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ, ലവ് യു. ആര് ഫോൺ വെച്ച് ചിരിയോട് ചാടിത്തുള്ളി താഴേക്ക് നടന്നു. ഈ സമയം ശക്തി പുറത്തേക്ക് വന്ന് ചുറ്റും നോക്കി. എന്താ ഏട്ടാ ചുറ്റി നോക്കുന്നത്? ശക്തി ദേഷ്യത്തിൽ അവനെ നോക്കി പോയത് ഉണ്ണി അന്തം വിട്ട് നിന്നു. അങ്ങനെ ആ ദിവസം കഴിഞ്ഞുപോയി. പിറ്റേന്ന് ശക്തിയുടെ ബർത്ത്ഡേ. ക്ഷണമുള്ളത് കൊണ്ട് ആരുവിനെ പൊക്കി അച്ഛനും അമ്മയും അവരുടെ വീട്ടിലേക്ക് നടന്നു. വിധുവും ചെപ്പവും വന്നതും ആരും അവരുടെ ഒപ്പം കത്തിയടിച്ചിരുന്നു. പിന്നെ ഗസ്റ്റുകളെല്ലാവരും വന്നത് ഉണ്ണി അച്ഛനെ നോക്കി. അച്ഛാ, എന്താ ഇത്ര ഗസ്റ്റ്? അതൊക്കെ ഉണ്ട്. ഏട്ടനറിയോ, ഈ സെലിബ്രേഷൻ വരെ ഞാൻ വേണ്ടാന്ന് പറഞ്ഞതാ. പക്ഷേ ഇപ്രാവശ്യം എന്തിനാ ഇത്ര ഗസ്റ്റ് എന്നറിയില്ല. പിന്നെ സമയം കളയാതെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആരംഭിച്ചതും ശക്തിയുടെ അച്ഛൻ പറഞ്ഞത് കേട്ട് ആരും ഞെട്ടി നിന്നു. ആ ഞെട്ടലിൽ തന്നെയായിരുന്നു ശക്തിയും. ഡാ വിധു, ഞാൻ കേട്ടത് തന്നെയാണോ നീ കേട്ടത്? അതിന് നീ എന്താ കേട്ടത്? സാറിൻ്റെ മാരേജ് തീരുമാനിച്ചതല്ലേ? ഞാനും അതാ കേട്ടത്. പക്ഷെ ഞാൻ വിചാരിച്ചു ആരുമായിട്ടാന്ന്. ഞാനും അങ്ങനെ വിചാരിച്ചു. പക്ഷെ ആ നിത എന്ന് പറഞ്ഞ് ചേച്ചിയാണ് ആള്. ആ ചേച്ചിക്ക് ചെറുതായി വട്ടുള്ള പോലെ നിനക്ക് ഫീൽ ചെയ്തോ? എന്തോ തകരാറുണ്ട്, അതുറപ്പാ. പക്ഷെ കാണാൻ കുഴപ്പമില്ല, ലുക്കുണ്ട്. അല്ല, നമ്മുടെ ആരു സമാധിയായോ? ആരു, ഡി ആരു,
എന്താ? അത് ഞങ്ങളല്ലേ ചോദിക്കേണ്ടത്. നിനക്കെന്ത് പറ്റി? എനിക്കെന്ത് പറ്റാൻ? എനിക്കൊന്നുമില്ല. ആരും അത് പറഞ്ഞ് ഉണ്ണിയുടെ അടുത്തേക്ക് വന്നു നിന്നു. ഡാ, ഏട്ടത്തിയമ്മ പൊളിയാണല്ലോ. പിരി ലൂസാണ് മോളെ. ആ ചൂടന് ചേരും. ഏട്ടന് ഇഷ്ടമാണെന്ന് തോന്നുന്നു. എന്താ ചിരിച്ചു നിൽക്കുന്നു. പിന്നെ അങ്ങോട്ട് ഫോട്ടോ എടുപ്പും ഗിഫ്റ്റ് കൈമാറലും നടന്നു. പിന്നെ എൻഗേജ്മെൻറ്റ് ഡേറ്റ് ഫിക്സ് ചെയ്യുകയും ചെയ്തു. ആരുവിന് ബോറടിച്ചതും ചെപ്പുവിനെ കൂട്ടി വീട്ടിലേക്ക് നടന്നു. ചെപ്പു ബെഡിലേക്ക് ചാടിക്കിടന്നതും ആരുവും കിടന്നു. ആരു, ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ? ശക്തി സാറിനെ ഞാൻ ശരിക്കും പ്രേമിക്കുന്നുണ്ടോ എന്നല്ലേ? അതെ, സത്യം പറ. അപ്പോൾ ഇനി മോള്? എനിക്ക് ആ ചൂടിനെ കണ്ണെടുത്ത കണ്ടൂടാ, പിന്നെയല്ലേ? അപ്പം നീ അവിടെ വെച്ച് ഞെട്ടിയതോ അവരുടെ കാര്യം തീരുമാനിച്ചപ്പോൾ? അത് വേറൊന്നുമല്ല, ഞാൻ അങ്ങേരെ വിളിച്ച് കളിപ്പിക്കുന്നതല്ലേ. അപ്പോൾ ഇനി ആ പ്ലാന് വർക്കൗട്ട് ആവില്ലല്ലോ. ആളിപ്പോൾ സെറ്റായില്ലേ? ആ ഒരു വിഷമം. അപ്പോൾ നിനക്ക് ശക്തി സാറെ ഇഷ്ടമല്ലേ? ഞാൻ എന്തൊക്കെ ചിന്തിച്ചു കൂട്ടി. മോളെ, കൂടുതൽ ചിന്തിക്കാൻ നിൽക്കേണ്ട. എനിക്കൊരു പാവം കെട്ടിയോനെ മതി. അത് ശരിയാ, നീ ഒരു പോക്കിരിയല്ലേ. അപ്പോൾ ഒരു പാവം പിടിച്ച ചെക്കന് നിന്നെ നോക്കാൻ പറ്റൂ? അല്ല, സാറിനിന്ന് പണി കൊടുക്കണ്ടേ? ഇന്ന് വേണോ? വേണം. വാ, അങ്ങോട്ട് പോവാം. ഇപ്പം എല്ലാവരും പോയി കാണും. ആരു ചാടിയോടി പോയതും ചെപ്പുവും പുറകെ പോയി. ആരു, നീ എവിടെയായിരുന്നു? ശക്തിയുടെ അമ്മ ചോദിച്ചു. ഞാനൊന്ന് വീട്ടിൽ പോയതാ. എന്ന് രണ്ടാളും വാ, ഭക്ഷണം കഴിക്കാം. എനിക്ക് വേണ്ട ആൻറ്റി, വിശപ്പില്ല. ഇത് പറഞ്ഞ് ആരു ശക്തിയെ നോക്കിയതും അവൻ അവളെ നോക്കി. ഡി ആരു, ചിക്കൻ ബിരിയാണിയാണ്. എനിക്കറിയാം, മണം കിട്ടി. പക്ഷേ നിൻ്റെ ഏട്ടൻ അന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? എന്നിട്ട് നീ ഏട്ടനെ കാണാതെ കഴിച്ചില്ലേ? പക്ഷേ ഇന്നിവിടെ ഇരുന്ന് കഴിക്കുമ്പോൾ കാണില്ലേ? അതൊന്നും നോക്കാതെ നീ കഴിക്കാൻ നോക്ക്. മോളെ, കുറച്ചെങ്കിലും കഴിക്ക്. വേണ്ടാത്തോണ്ട് ആൻറ്റി. ചെപ്പു, നീയും വിധുവും ഉണ്ണിയും ഇരുന്നോ? ഡി, നീ കഴിക്കാതെ? നീ എനിക്കുള്ളത് വീട്ടിലേക്ക് കൊടുത്തു വിട്ടോ, ഞാൻ കഴിച്ചോണ്ട്. ഡബിൾ ഓക്കെ. പിന്നെ ഉണ്ണി സമയം കളയാതെ ആരുവിനുള്ള ഫുഡ് ആരും കാണാതെ വീട്ടിലെത്തിച്ചു. ആരുവിനെ വീട്ടിലെത്തിയതും ഫുഡ് കഴിച്ച് വേഗം ഉണ്ണിയുടെ വീട്ടിലേക്ക് നടന്നു. ഡി, നീ കഴിച്ചോ? പക്ഷേ ശക്തി സാറ് കഴിച്ചില്ല. അതെന്താ? അറിയില്ല, ഇപ്പോൾ വേണ്ടാന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോയി. അത് വിശപ്പില്ലാത്തത് കൊണ്ടാവും. ആർക്കറിയാം. അല്ല, എല്ലാവരും പോയോ? നിതയുടെ ഫാമിലി ഇറങ്ങി. ആ ചേച്ചിയുടെ അച്ഛനെ കാണുമ്പോൾ തന്നെ പേടിയാകുന്നു. അല്ല, ഇവിടെ ഇനി എന്താ പരിപാടി? ഇവിടെയൊക്കെ ഒതുക്കിയെടുക്കണ്ടേ? എന്നാ നീ വേഗം ചെയ്തോ. ഡി ആരു, സഹായിക്കടി. നീ പോയി നിൻ്റെ ഏട്ടനോട് വരാൻ പറ. അയാളുടെ ബർത്ത്ഡേ സെലിബ്രേഷനല്ലേ നടന്നത്. പിന്നെ ഇപ്പോൾ പോയി വിളിച്ചാൽ വരും. വേണമെങ്കിൽ ബോണസായി എൻ്റെ കൈയൊടിക്കും. അനുഭവമുണ്ടോ? ചെറുതായി. ഞങ്ങൾ കൂടെ സഹായിക്കാം, പക്ഷെ ചിലവ് ചെയ്യണം. ഡബിൾ ഓക്കെ. പറ്റിച്ചാലേ നിന്നെ ഞങ്ങൾ കൊല്ലും. എൻ്റെ ആരും ആർക്കും തന്നില്ലെങ്കിലും നിനക്ക് ഞാൻ വാങ്ങിത്തരും, ഉറപ്പ്. അത് മതി. പിന്നെ അവർ കുറച്ചു നേരം കൂടി സംസാരിച്ചിരുന്ന എല്ലാവരും പണിയിലേക്ക് നടന്നു. ഈ സമയം ആരും ഒരു ഗ്ലാസ്സിൽ സോപ്പ് വെള്ളം കലക്കി വരുമ്പോഴാണ് ഉണ്ണിയുമായി തട്ടി ഗ്ലാസ് നിലത്തേക്ക് വീണത്. അവൾ ഉണ്ണിയെ ദേഷ്യത്തിൽ നോക്കി. തുടക്കാനുള്ള തുണിയെടുത്ത് വരുമ്പോഴാണ് ശക്തി വരുന്നത് ആരു കണ്ടത്. ശക്തി അതിൽ ചവിട്ടി വീണതും ആരു പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ആരു, ഡി നിർത്ത്, ഏട്ടൻ നോക്കുന്നുണ്ട്. എൻ്റെ ഈശ്വര, ഈ നോട്ടം കണ്ടിട്ട് എന്നെ ഇപ്പോൾ കൊല്ലുമെന്ന് തോന്നുന്നു. ഡി, വന്ന് പിടിക്കടി. ഡാ ഉണ്ണി, എനിക്ക് പകരം നീ പോ. ഞാനില്ല, നീ പോവാൻ നോക്ക്. പോടാ ദുഷ്ടേ. ആരു പതുക്കെ ശക്തിയുടെ അടുത്തേക്ക് പോയി നിന്ന് കൈ കൊടുത്തതും അവൻ അവളെ ദേഷ്യത്തിൽ നോക്കി. പിന്നെ അവളെ പിടിച്ചു വലിച്ചു. അതുകൊണ്ട് തന്നെ അവൾ ശക്തിയുടെ മേത്തേക്ക് വീണു. ഈ സമയം ശക്തിയുടെ കണ്ണ് ആരുവിൻ്റെ കണ്ണുമായി കോർത്തു. അവൻ്റെ കൈ അവളുടെ ഇടുപ്പിൽ മുറുകി. അമ്മേ! അയ്യോ ശക്തി മോനെ, എന്തു പറ്റി? ഇവളെ എഴുന്നേൽപ്പിക്ക്. ആരുവിന് വേഗം എല്ലാവരും കൂടെ എഴുന്നേൽപ്പിച്ചതും ശക്തി എഴുന്നേൽപ്പിച്ച് സെറ്റിയിലിരുത്തി. എന്താടാ, നിനക്ക് നോക്കി നടക്കാൻ പറ്റിയില്ലേ? താഴെ വെള്ളം പോയിട്ടുണ്ടമ്മേ. അല്ല മോളെ, എന്തിനാ നീ വീഴ്ത്താൻ നോക്കിയത്? അത് അറിയാതെ പറ്റിയതാണ്. അറിയാതാണെന്ന് പോലും കാലൻ. ആരു മനസ്സിലോർത്തു. ആരു, എങ്ങനെയുണ്ടായിരുന്നു കിടത്തം? നിന്നെ ഞാൻ കിടപ്പിച്ചു തരാം. എന്താ ആഗ്രഹമുണ്ടോ? അതല്ലടി, നിങ്ങൾ രണ്ടാളും കണ്ണും നോക്കുന്നത് കണ്ടല്ലോ. ഈശ്വര, ഞാൻ വായി നോക്കി കിടക്കുന്നത് കണ്ടോ ഇവൾ? എന്താടി ആലോചിച്ച് നിൽക്കുന്നത്? നീ എന്തൊക്കെയാ ചെപ്പു ഈ പറയുന്നത്? ഞാൻ നോക്കിക്കിടന്നു എന്നോ? ആ ചൂടനെ? അതെ, പക്ഷെ നീ മാത്രമല്ല, ശക്തി സാറ് നോക്കുന്നുണ്ടായിരുന്നു. ഓരോന്ന് പറയാതെ പോയി പണി നോക്കടി. CID പണിക്ക് ഇറങ്ങിയിരിക്കണു. ഈ നിലക്കാണെങ്കിലേ ഇറങ്ങേണ്ടി വരും. നീ അർത്ഥം വരച്ച് പറഞ്ഞ പോലെ ഉണ്ടല്ലോ മോളെ. അങ്ങനെ തോന്നിയോ ആരുട്ടിക്ക്? ആ, തോന്നി.
എന്നാലേ ഞാൻ അർത്ഥം വെച്ച് പറഞ്ഞത് തന്നെയാണ്. ഇതും പറഞ്ഞ് ചെപ്പ് ഓടിയതും ആ ഒരു ദേഷ്യത്തിൽ അവൾ ഓടുന്നത് നോക്കി നിന്നു. ഛേ, എന്നാലും ഞാൻ ആ ചൂടനെ നോക്കിയതേ, ഇവൾ മാത്രം ഇങ്ങനെ കറക്റ്റായി കണ്ടു. പക്ഷെ ആ ചൂടനും എന്നെ നോക്കിയെന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ട് ഒരു സമാധാനം. അവൾ പിന്നെ എന്തൊക്കെയോ ആലോചിച്ച് അവളുടെ റൂമിലേക്ക് നടന്നു. ഡി ആരു, താഴേക്ക് വരുന്നുണ്ടോ നീ? ഞാൻ ഫ്രഷായി വരാം അമ്മേ. ഏട്ടാ, എന്താ? നല്ല വേദനയുണ്ടോ നടു? ചെറുതായി. അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അതിനവൻ ദേഷ്യത്തോടെ നോക്കി. അല്ല ഏട്ടാ, ആരുവിനെ ഏട്ടൻ കണ്ണെടുക്കാതെ നോക്കുന്നത് കണ്ടല്ലോ. ഉണ്ണി, ഞാൻ കണ്ടത് ചോദിച്ചു എന്നുള്ളൂ. അതിനിപ്പോൾ എന്തിനാ ദേഷ്യപ്പെടുന്നത്? നീ ഇവിടുന്ന് പോകുന്നുണ്ടോ? ഞാൻ പൊക്കോണ്ട്. ഇതും പറഞ്ഞ് ഉണ്ണി പോയതും ശക്തി ബെഡിലേക്ക് കിടന്നു. എന്നാലും ഞാൻ എന്തിനാ അവളെ നോക്കിയത്? പക്ഷേ എന്തോ നിന്നിലേക്ക് അവളെ അടുപ്പിക്കുന്നുണ്ട്. പെണ്ണ് കാണാൻ കൊള്ളാം, പക്ഷേ കയ്യിലിരിപ്പ് മഹാമോശമാണ്. ഈ സമയം ആരുവിൻ്റെ കോള് വന്നതും അവൻ ഫോൺ എടുത്തു. ഹലോ, എന്നെ കണ്ടുപിടിക്കാൻ പറ്റിയോ സാറേ? വൈകാതെ പിടിക്കാൻ നോക്കാം. പിന്നെ ആ നിതയെ മറന്നേക്ക്. എൻ്റെയാ ഈ ചൂടൻ. പിന്നെ വീണപ്പോൾ വേദന തോന്നിയോ? നീ ഇതെങ്ങനെ അറിഞ്ഞു? ആ സമയത്ത് ഞാൻ വന്നിരുന്നു ബർത്ത്ഡേ നേരിട്ട് വിഷ് ചെയ്യാൻ. പക്ഷേ അവിടെ എല്ലാവരും ഉണ്ടായതുകൊണ്ട് ഞാൻ തിരിച്ചു പോന്നു. ഇപ്പം എൻ്റെ അടുത്ത് ആരുമില്ല, അതുകൊണ്ട് വാ. അയ്യടാ, ഇനി എന്നെ നോക്കണ്ട, ഞാൻ വരും സമയമാകുമ്പോൾ. പോട്ടെ ചൂടാ. ആര് ഫോൺ വെച്ചതും ശക്തി ഫോണിലേക്ക് നോക്കിയിരുന്നു. പിന്നെ കണ്ണടച്ച് കിടന്നു. ഈ സമയം ചെപ്പ് മുകളിൽ നിന്നിറങ്ങി വരുമ്പോഴാണ് ഡ്രസ്സ് തട്ടി താഴെ വീഴാൻ പോയത്. അപ്പോഴേക്കും നീരവിൻ്റെ കൈ അവളെ ചേർത്ത് പിടിച്ചിരുന്നു. നീരവിനെ കണ്ടതും ചെപ്പുവിൻ്റെ കണ്ണുകൾ തിളങ്ങി, ഒപ്പം അവൻ്റെയും. ചെപ്പുവിനെ നീരവ് ചേർത്ത് പിടിച്ചതും അവളുടെ കണ്ണുകൾ തിളങ്ങി, അതുപോലെ അവൻ്റെയും. ചെപ്പു, താൻ ഓക്കെ അല്ലേ? അതെ സർ. അല്ല, സാറെന്താ ഇവിടെ? ശക്തി വിളിച്ചിരുന്നു. ഓ സോറി, സാറ് ശക്തി സാറിൻ്റെ ഫ്രണ്ടാണെന്ന് പെട്ടെന്ന് ഓർത്തില്ല. ബാക്കി പടകൾ എവിടെ? ആരും അവളുടെ വീട്ടിലുണ്ട്. ഉണ്ണിയും വിധുവും മുകളിലുണ്ട്. എന്താ ഇവിടെ? പെട്ടെന്ന് വിധു വന്ന് ചോദിച്ചതും നീരവും ചെപ്പുവും ഞെട്ടി. ഞങ്ങൾ സംസാരിച്ച് നിൽക്കുകയായിരുന്നു. ഇങ്ങനെയോ? അപ്പോഴാണ് അവർ എങ്ങനെയാണ് നിൽക്കുന്നത് എന്ന കാര്യം അവർക്ക് തന്നെ മനസ്സിലായത്. അതുകൊണ്ട് തന്നെ ചെപ്പു വേഗം നീരവിൻ്റെ കയ്യിൽ നിന്ന് കോതറി നീങ്ങി നിന്നു. പിന്നെ അവൾ അവിടെ നിൽക്കാതെ വീട്ടിലേക്ക് പോവാമെന്ന് പറഞ്ഞിറങ്ങി. നീരവ് സാറേ, എന്താടാ? എന്താ ഇവിടെ ഇപ്പം നടന്നത്? അത് ആ കുട്ടി വീഴാൻ പോയപ്പോൾ ഞാൻ ജസ്റ്റ് പിടിച്ചതാ, അല്ലാതെ വേറൊന്നും നടന്നില്ല. ഞാൻ ഇറങ്ങി വരുമ്പോൾ പിടിച്ചു നിൽക്കുന്നതാ സാറ് അവളെ. എന്നിട്ട് 10 മിനിറ്റ് കഴിഞ്ഞു, എന്നിട്ടും എന്താ പിടിവിടാതിരുന്നത്? എല്ലാം കണ്ടു അല്ലേ? വെടുപ്പായി കണ്ടു. അതുകൊണ്ട് സത്യം പറഞ്ഞു. അവൾ എൻ്റെ മനസ്സിൽ കയറിക്കൂടിയോ എന്നൊരു സംശയം. സംശയം മാത്രമേ ഉള്ളൂ. അല്ലടാ, കയറിക്കൂടി. എന്നു മുതൽ? അവളെ കണ്ടത് മുതൽ. ഞാൻ പാര വെച്ച? പൊന്നു മോനെ, അതുമാത്രം ചെയ്യല്ലേ. ഞാനൊന്ന് വളച്ചെടുത്തോട്ടെ എങ്ങനെയെങ്കിലും. അതുകൊണ്ട് എനിക്കെന്ത് ഗുണം? നീ അവളെ പെങ്ങളെപ്പോലെയല്ലേ കാണുന്നത്. അതുകൊണ്ട് നിനക്ക് പൊന്നുപോലെ ഒരു അളിയനെ കിട്ടില്ലേ? അപ്പോൾ എനിക്കൊരു അളിയനെ കിട്ടി. പക്ഷെ അതുമാത്രം പോരല്ലോ. നിനക്ക് പിന്നെ എന്താ വേണ്ടത്? അത് ഒരു ഹെൽപ്പ്. എന്ത് ഹെൽപ്പ്? അതെ, ശക്തി സാറ് ഞങ്ങൾക്ക് എക്സാം ഇടാൻ നോക്കുന്നുണ്ട്. അതിന്? അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഞങ്ങൾക്ക് ചോർത്തി തരണം. ദേവിയേ, എൻ്റെ സാറേ, അലറല്ലേ. ഇതും പറഞ്ഞ വിധു വാ പൊത്തിയതും നീരവെന്തൊക്കെയോ പറയാൻ ശ്രമിച്ചു. എന്ത് സാറേ പറയുന്നത്? ആംഗ്യഭാഷയിൽ കൈയെടുക്കാൻ പറഞ്ഞതും വിധു ഇളിച്ച് വായിൽ നിന്നും കൈമാറ്റി. ഡാ വിധു, ഇതൊഴിച്ച് വേറെന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കാടാ. പറ്റില്ല, പേപ്പർ ഞങ്ങൾക്ക് കിട്ടിയിരിക്കണം. പിന്നെ ഇത് വെറും ടെസ്റ്റല്ലേ. ശരി, ഞാൻ എടുത്തു തരാം. പക്ഷേ എനിക്ക് വാക്ക് തരണം, ഞാൻ എടുത്തു തന്നതെന്ന് അവനോട് പറയരുത്. ഇല്ല. അടുത്തതെന്താ? നെക്സ്റ്റ് എക്സാമിന് നിങ്ങളെല്ലാവരും പഠിച്ച് ഫുള്ള് മാർക്ക് വാങ്ങണം. ഓക്കെ, ഡൺ. അവളെ എനിക്ക് സെറ്റാക്കി തരണം. അത് ഞാൻ ഏറ്റവും അളിയൻ സമാധാനത്തോടെ പോകാം. ഇന്ന് ഞാൻ ശക്തിയെ കണ്ടിട്ട് വരാം. എന്നാൽ പോയി നടുതിരുമ്പി കൊടുത്തോ. അവൻ്റെ നടുവിനെന്തു പറ്റി? പിന്നെ വിധു നടന്നതെല്ലാം പറഞ്ഞു. അപ്പം അങ്ങനെയൊക്കെ നടന്നു. അവസാനം ആരുവും സാറും തല്ലുകൂടി പ്രേമത്തിലാവോ എന്ന സംശയം. അവൻ്റെ മാരേജ് ഫിക്സ് ചെയ്യില്ലേ നിധിയായി. ഇനി അവസാന നിമിഷം കാര്യങ്ങൾ മാറി മറിയോ എന്നറിയില്ലല്ലോ. നീ ആരാ ജോത്സ്യനോ കാര്യങ്ങൾ ഗണിച്ചു പറയാൻ? ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയത് പറഞ്ഞു. എന്ന സാറ് ശക്തി സാറിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ നോക്ക്. എന്നാൽ ശരി, പേപ്പറിൻ്റെ കാര്യം മറക്കരുത്. ശരി. വിധുപോയത് നീരവ് ശക്തിയുടെ അടുത്തേക്ക് നടന്നു. ഈ സമയം ശക്തി നിതയുമായി ഫോൺ വിളിയിലായിരുന്നു. എന്നാൽ നിത, ഞാൻ വെക്കുക, ഇവിടെ നീരവ് വന്നിട്ടുണ്ട്. ഓക്കെ ബേബി, ലവ് യു. നിതയായിരുന്നോ?
നിനക്ക് അവളെ ഇഷ്ടമാണോ? ആണോ എന്ന് ചോദിച്ചറിയില്ല. പക്ഷെ ഇപ്പോൾ എല്ലാം ഉറപ്പിച്ചില്ലേ, അപ്പോൾ ഇതിൻ്റെ വഴിക്ക് പോവട്ടെ. എന്നാ എൻഗേജ്മെൻറ്റ്? മറ്റന്നാ? ഇത്രയും പെട്ടെന്നോ? ജാതകം നോക്കിയപ്പോൾ എൻ്റെ വേഗം വേണമെന്ന്, അതുകൊണ്ടാണ് വേഗം ആക്കിയത്. നിനക്ക് ജാതകത്തിൽ വിശ്വാസമുണ്ടോ? എവിടുന്ന്? പിന്നെന്തിനാ നോക്കിയത്? വീട്ടുകാരല്ലേ നോക്കുന്നത്. അവരുടെ ഓരോ വിശ്വാസങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റുമോ? അപ്പോൾ നീ ലീവ് എടുക്കാനോ നാളെ? നാളെ ഒരു എക്സാം വെച്ചിട്ടുണ്ട്. സ്റ്റുഡൻസിന് സമാധാനം കൊടുക്കില്ല എന്ന് സാരം. സിമ്പിൾ എക്സാമാണ്, എല്ലാവരും എഴുതാൻ പറ്റും. എഴുതാൻ പറ്റുന്നത് കൊണ്ടായിരിക്കും എന്നോട് അവർ ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചത്. പക്ഷേ ഇവൻ്റെ കയ്യിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എങ്ങനെ എടുക്കും? ഡാ നീരവ്, നീ എന്താലോചിച്ചിരിക്കുക? ഏയ് ഒന്നുമില്ലടാ. അല്ല, നീ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടോ? ഇട്ട് വെച്ചിട്ടുണ്ട്, ദാ നോക്ക്. ഞാനൊന്ന് മുഖം കഴുകി വരാം. പോയി വാ. ശക്തി വാഷ്റൂമിൽ കയറിയെന്ന് കണ്ടതും നീരവ് പിക്കെടുത്ത് വിധുവിന് സെൻഡ് ചെയ്തു. പിന്നെ അവൻ പേപ്പർ അവിടെ വെച്ച് ബെഡിലിരുന്നു. രാത്രി ആളിലിരുന്ന് ടി വി കാണുമ്പോഴാണ് അവളുടെ റൂമിൻ്റെ അടുത്തൊരു നിഴൽ കണ്ടത്. അവൾ പിന്നെ സമയം കളയാതെ റൂമിൻ്റെ അടുത്തേക്ക് പാഞ്ഞു. അയാൾ റൂമിൻ്റെ ഉള്ളിലേക്ക് കയറിയതും അവൾ വേഗം വടികൊണ്ടുവന്ന് അവൻ്റെ പുറത്തേക്ക് തലങ്ങും വിലങ്ങും അടിച്ചു. പിന്നെ അയാളെ പൂട്ടിയിട്ട് എല്ലാവരെയും വിളിച്ചുകൂട്ടി.